ഈസി ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NDA UGC നെറ്റ് പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന യൂണിറ്റിലെ 9ാമത്തെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, an investigator studied the census data for a given area and prepared a write-up based on them. Such write-up is called. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഒരു സെൻസസ് ഡേറ്റയെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് തയ്യാറാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു റൈറ്റപ്പിന് പറയുന്നത് റിസർച്ച് പേപ്പർ, ആർട്ടിക്കിൾ, തീസിസ്, റിസർച്ച് റിപ്പോർട്ട്. ഇവിടെ സെൻസസ് ഡേറ്റയെക്കുറിച്ച് ഒരു റൈറ്റപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു റൈറ്റപ്പ് മാത്രമാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ആർട്ടിക്കിൾ എന്ന് പറയാവുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ. സെക്കൻഡ് വൺ, വാട്ട് യു മീൻ ബൈ ഒണിക്സ്? ഒണിക്സ് എന്ന് വെച്ചാൽ ഓൺലൈൻ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആണ്. ഒണിക്സ് ഓൺലൈൻ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഫോർമാറ്റ് ടു ഷെയർ ബിബ്ലിയോഗ്രഫി, ഫോർമാറ്റ് ടു റൈറ്റ് റിസർച്ച് പേപ്പർ, സോഫ്റ്റ്വെയർ ടു ചെക്ക് പ്ലാഗറിസം, പ്ലാറ്റ്ഫോം ടു ജനറേറ്റ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഒണിക്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് മീൻസ് ഫോർമാറ്റ് ടു ഷെയർ ബിബ്ലിയോഗ്രഫി ആണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, റിസർച്ച് ഈസ്. ഓപ്ഷൻസ്: searching again and again, working in a scientific way to search for truth of any problem, finding solution to any problem, none of the above. റിസർച്ച് എന്നാൽ ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. വർക്കിംഗ് ഇൻ എ സയന്റിഫിക് വേ ടു റിസർച്ച് ട്രൂത്ത് ഫോർ എനി പ്രോബ്ലം. ഒരു സയന്റിഫിക് വേയിലുള്ള സെർച്ച് ആണ് റിസർച്ച്. തേർഡ്, ദ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഇൻ വിച്ച് എ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ഈസ് കോൾഡ്. ഒരു റിസർച്ചിന്റെ ആ ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന് പറയുന്നത് നമ്മൾ മുന്നേ ഒരു മോക്ക് ടെസ്റ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. സിനോപ്സിസ് ഓഫ് റിസർച്ച്, റിസർച്ച് ഹൈപ്പോത്തിസിസ്, റിസർച്ച് ഡിസൈൻ, റിസർച്ച് പാരഡൈം. ഫ്രെയിംവർക്ക്, റിസർച്ച് ഫ്രെയിംവർക്കിന് പറയുന്നത് റിസർച്ച് ഡിസൈൻ ആണ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, എ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് പ്ലാൻസ് ടു അണ്ടർടേക്ക് എ സ്റ്റഡി wherein attitudes, values and biases of teachers and students are to be probed with an eye on disclosing their patterns of adjustment. Which of the research method will be considered appropriate in this context? അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അതിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും ബയാസസും ഒക്കെ പഠിച്ച് അവരുടെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏത് റിസർച്ച് മെത്തേഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്? എക്സ്പെരിമെന്റൽ, കേസ് സ്റ്റഡി, ഡിസ്ക്രിപ്റ്റീവ്, എത്തനോഗ്രാഫിക്, ഹിസ്റ്റോറിക്കൽ. അപ്പോൾ ഈ ഓരോ മെത്തേഡും എന്താണെന്ന് നമുക്കറിയാം. എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് അതിൽ വരുന്നത്. അതൊരിക്കലും ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സും ബിലീഫ്സും ഒക്കെ പഠിക്കാനുള്ളതല്ല. അപ്പോൾ ആ എക്സ്പെരിമെന്റൽ നമുക്ക് ഒഴിവാക്കാം. ദെൻ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇത് ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡി ഉപകരിക്കും. ദെൻ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡും അതുപോലെ തന്നെ ആളുകളുടെ മനോഭാവത്തെക്കുറിച്ച് പഠിക്കാൻ ഉപകരിക്കുന്നില്ല. ദെൻ എത്തനോഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ ആറ്റിറ്റ്യൂഡ്സ് സ്റ്റഡി ഒക്കെയാണ്. ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ദെൻ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് സ്റ്റഡിയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ 2 and 4 ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. കേസ് സ്റ്റഡിയും എത്തനോഗ്രാഫിക്സുമാണ് ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് ഇതെല്ലാം വരുന്നത്. നെക്സ്റ്റ്, ഇൻ സാമ്പിളിംഗ് ദ ലോട്ടറി മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ. സാമ്പിളിംഗിലെ ലോട്ടറി മെത്തേഡ് ഉപകാരപ്പെടുന്നത് ഇന്റർപ്രിട്ടേഷൻ, തിയറൈസേഷൻ, കൺസെപ്ച്വലൈസേഷൻ, റാൻഡമൈസേഷൻ. സാമ്പിളിംഗിലെ ലോട്ടറി മെത്തേഡ് എന്ന് പറയുമ്പോൾ റാൻഡമൈസേഷൻ ആണ്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ അനാലിസിസ് ടു സീക്ക് ഔട്ട്. കോറിലേഷൻ അനാലിസിസിന്റെ പ്രധാന സവിശേഷത വേരിയബിൾസിലെ ഡിഫറൻസ് എമംഗ് വേരിയബിൾസ്, വേരിയേഷൻ എമംഗ് വേരിയബിൾസ്, അസോസിയേഷൻ എമംഗ് വേരിയബിൾസ്, റിഗ്രഷൻ എമംഗ് വേരിയബിൾസ്. കോറിലേഷൻ എന്ന് പറയുമ്പോൾ പരസ്പര ബന്ധമാണ്. അപ്പോൾ അത് അസോസിയേഷൻ എമംഗ് വേരിയബിൾസ് ആണ്. ആൻസർ ഓപ്ഷൻ സി, അസോസിയേഷൻ എമംഗ് വേരിയബിൾസ്, കോറിലേഷൻ അനാലിസിസ്. നെക്സ്റ്റ് വൺ, ഫോർമുലേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം ഡിപ്പെൻഡ്സ് ഓൺ. ഒരു റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു?
കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്ട് ബിഹൈൻഡ് ദ റിസർച്ച് ചോയ്സ്, വാട്ട് ആർ ദ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ കൺസെപ്ച്വൽ മോഡൽ, വാട്ട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ടു റിസർച്ച് അപ്പോൺ, റീസൺസ് ഫോർ ദ അൺലിമിറ്റിംഗ് ദ സ്റ്റഡി, കൺസ്ട്രക്ഷൻ ഓഫ് ഹൈപ്പോത്തീസിസ്. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഫോർമുലേഷനിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് ഫാക്ടേഴ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊന്നും ആ ഒരു പ്രോബ്ലം ഫോർമുലേഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ ഒന്നാമത്തത് ആ റിസർച്ച് ചോയ്സിൻ്റെ ഒബ്ജക്റ്റ് തീർച്ചയായും അത് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് ബിഹൈൻഡ് ദ റിസർച്ച് ചോയ്സ്, ദെൻ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൺസെപ്ച്വൽ മോഡൽ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ നെഗറ്റീവ് ഫാക്ടേഴ്സ്, അതിനെ നമുക്ക് ഒഴിവാക്കാം. ആൻസർ ഫോർത്ത് വൺ ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്റ്റഡിയെ അൺലിമിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും എന്നുള്ളതും റിസർച്ച് പ്രോബ്ലം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈപ്പോത്തീസിസ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ്. വാട്ട് ഈസ് ദ ഒബ്ജക്ട് ബിഹൈൻഡ് ദ റിസർച്ച് ചോയ്സ്, വാട്ട് ആർ ദ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദ കൺസെപ്ച്വൽ മോഡൽ, കൺസ്ട്രക്ഷൻ ഓഫ് ഹൈപ്പോത്തീസിസ്. ഇതെല്ലാം തന്നെ ഒരു റിസർച്ച് പ്രോബ്ലം ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ നെഗറ്റീവ് ഫാക്ടേഴ്സിനെ ഒഴിവാക്കുക. അപ്പോൾ ആൻസർ 1, 2, 3 and 6 ആണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ദ ഫോർമാറ്റ് ഓഫ് തീസിസ് റൈറ്റിംഗ് ഈസ് സെയിം ആസ് ഇൻ. തീസിസ് റൈറ്റിംഗിൻ്റെ ഫോർമാറ്റ് ഏതിന് തുല്യമാണ്? പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് പേപ്പർ ഓർ ആർട്ടിക്കിൾ, റൈറ്റിംഗ് ഓഫ് സെമിനാർ പ്രസൻറ്റേഷൻ, റിസർച്ച് ഡെസർട്ടേഷൻ, പ്രസൻറ്റിംഗ് വർക്ക്ഷോപ്പ് ഓർ കോൺഫറൻസ് പേപ്പർ. ഇതിലേതാണ് ഒരു തീസിസ് റൈറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ തീസിസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഡിസർട്ടേഷൻ ആണ്. ലാസ്റ്റ് വൺ, which of the following are the basic rules of APAS referencing format? APAS എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസിങ് ഫോമാറ്റ് ആണ്. അതിൻ്റെ ബേസിക് റൂൾസ് എന്തൊക്കെയാണ്? അപ്പോൾ ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ APAS എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻവേർട്ട് ഓതേഴ്സ് നെയിംസ് ആണ്. ലാസ്റ്റ് നെയിം ഫസ്റ്റ് ആക്കി എഴുതുക, ഓതറിൻ്റെ നെയിം ലാസ്റ്റ് നെയിം ഫസ്റ്റ് ആക്കി എഴുതുക എന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുസ്തകങ്ങളുടെയും ജേർണലും പോലുള്ള ദൈർഘ്യമേറിയ കൃതികളുടെ ശീർഷകങ്ങൾ ഇറ്റലൈസ് ചെയ്ത് എഴുതുക എന്നുള്ളത് രണ്ടാമത്തത് വരുന്നു. ഇറ്റലൈസ് ടൈറ്റിൽസ് ഓഫ് ലോങ്ങർ വർക്ക്സ് സച്ച് ആസ് ബുക്സ് ആൻഡ് ജേർണൽസ്. ദെൻ ആൽഫബറ്റിക്കലി ഇൻഡെക്സ് റെഫറൻസ് ലിസ്റ്റ് ആൽഫബറ്റിക്കലി ഓർഡർ ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ഇത് മൂന്നും തന്നെ APS റെഫറൻസിങ് ഫോമാറ്റിൽ വരുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2 and 3. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർത്തിയായി. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.